ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു വെതർഗാർഡ് എമൽഷൻ, അതായത് ബർജറിൻ്റെ വെതർഗാർഡ് എമൽഷനുകൾ എങ്ങനെ ഷൈൻ ഉണ്ടാകുമോ എന്ന്. വെതർഗാർഡിൻ്റെ എമൽഷനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർജറിൻ്റെ വെതർഗാർഡ് എമൽഷനുകൾ നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വിധം കംപ്ലൈൻറ്റുകളൊന്നും തന്നെ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഷൈൻ എന്ന് പറയുമ്പോൾ തിളക്കമുള്ളതാണ് നമ്മൾ ഷൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷൈൻ എന്ന് പ്രത്യേകം പറയുന്ന കമ്പനി പറയുന്ന പ്രൊഡക്റ്റുകൾ ഏതാണോ അതിന് മാത്രമാണ് അതായത് ഷൈൻ തിളക്കം വരുന്നത്. അപ്പം ഈ ഷീൻ എമൽഷൻ എന്ന് ഇൻഡിഗോയിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ഏഷ്യൻ്റെ പെയിൻസിലാണെങ്കിൽ നമുക്കിപ്പം അറിയാം, കോമൺലി ഏഷ്യൻ്റെ പ്രീമിയം റേഞ്ചിലേക്ക് വരുമ്പോൾ, അതായത് വാഷറബിൾ റേഞ്ചിലേക്ക് വരുന്ന മാത്രമാണ് തിളക്കമുള്ളതിനകത്തേക്ക് വരുന്നുള്ളൂ. അത് പ്രീമിയം അപ്കോലൈറ്റ് അഡ്വാൻസ് എന്ന് പറയും. അപ്കോലൈറ്റ് അഡ്വാൻസ്, അത് കഴിയുമ്പോൾ പിന്നെ റോയൽ, അങ്ങനെ വരുന്ന അഡ്വാൻസ് ഷൈനുകൾ വരുന്നതിനകത്തേക്ക് മാത്രമാണ് ഷീൻ കൂട്ടി വരുന്നുള്ളൂ. അതായത് ഷൈൻ എമൽഷൻ എന്നാണ് കോമൺലി പറയുന്നത്. അവയ്ക്ക് മാത്രമാണ് തിളക്കം ഉണ്ടാകുകയുള്ളൂ. ബാക്കിയുള്ള എമൽഷനുകൾക്ക് സ്വതവേ തിളക്കം ഉണ്ടാകാറില്ല. അങ്ങനെ കമ്പനി പറയുന്ന എമൽഷനുകൾ ഏതാണെന്ന് നോക്കി അവ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, തിളക്കം ഉണ്ടാകുകയുള്ളൂ. അതാണ് എമൽഷനുകളെ കുറിച്ച്. ഷീൻ എമൽഷനുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രത്യേകമായി പറയാനുള്ളത്, കമ്പനി പറയുന്നത് ഏത് പ്രൊഡക്റ്റിനാണോ ആ പ്രൊഡക്റ്റുകൾക്കെല്ലാം തന്നെ കോമൺലി എന്തുണ്ടാവും, തിളക്കമുണ്ടാകും. അല്ലാത്ത പ്രൊഡക്റ്റുകൾക്കൊന്നും തന്നെ തിളക്കമുണ്ടാവില്ല. സാധാ നോർമൽ എമൽഷൻ പോലെയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ പലരും പറയുന്നുണ്ട് എമൽഷനുകൾ, ഇതൊക്കെ കോമൺലി അറിയാവുന്നതാണ്. എങ്കിലും അറിയാത്ത കുറേ പേരുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനുകൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ചെയ്യാനും പറയണം. നമ്മുടെ വീട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മളിപ്പോൾ ലക്ഷറി എമൽഷൻ അടിച്ചോട്ടെ, ഏറ്റവും നോർമൽ ലോ റേഞ്ചിലുള്ള എമൽഷനുകൾ അടിച്ചോട്ടെ, ചിലപ്പോൾ ലക്ഷറി എമൽഷൻ അടിക്കുന്നതിനെക്കാട്ടിലും ലാസ്റ്റ് ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉള്ളത് നമ്മുടെ ഈ ലോ റേഞ്ചിലുള്ള എമൽഷനുകളായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വീടുകൾക്കും വലിയ സ്ഥലങ്ങൾക്കും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ലക്ഷറി എമൽഷൻസ് കൊണ്ടുപോകാറുള്ളൂ. സാധാരണക്കാരെല്ലാം കൊണ്ടുപോകുന്ന ഒരു മിതമായ എമൽഷനുകളാണ്. അവർ ചിലപ്പോൾ 2 വർഷം കൂടുമ്പോൾ റീപെയിൻറ്റിങ് ചെയ്യും, ഇല്ലെങ്കിൽ ഇയർലി അതായത് വർഷം തോറും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും, പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം ഇങ്ങനെയൊക്കെ കൂടുന്ന സമയങ്ങളിൽ മാത്രമാണ് പെയിൻറ്റ് ചെയ്യാറുള്ളൂ. പെയിൻറ്റ് ചെയ്യുന്ന പക്ഷെ മറ്റു ചിലർ, എന്നാൽ ഹിന്ദുക്കളെ പോലുള്ള മറ്റു ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരെന്ന് പറയുമ്പോൾ അവർ പെയിൻ്റ് അടിക്കുക, ഒന്നെങ്കിൽ എന്നെ തന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്, നമ്മൾ വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് മാത്രം വരുമ്പോഴാണ് എന്ത് ചെയ്യുക, നാം പെയിൻ്റ് അടിക്കാറുള്ളത്. കോമൺലി പെരുന്നാൾ പോലുള്ള സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരമായി എല്ലാ വർഷം തോറും നമ്മൾ ഒരുപാട് വീടുകൾക്ക് പെയിൻറ്റ് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഏരിയ 4 മൈൽ 5 മൈൽ അതുപോലെ തരുവണ ഈ പ്രദേശങ്ങളിൽ നമ്മൾ മാനന്തവാടി വയനാട്ടിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ മാറി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റേഴ്സിനെ ഏർപ്പാട് ചെയ്ത് നമ്മൾ പെയിൻ്റ് അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി. നിങ്ങളുടെ സ്ഥലം വയനാട്ടിലാണെങ്കിൽ നമ്മൾ വന്ന് നോക്കും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലായിരിക്കും നമ്മൾ വീടെടുക്കുക. അതിനാവശ്യമായ പെയിൻറ്റും സാധനങ്ങളും ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. എല്ലാത്തിനും കൂടി ടോട്ടൽ ഒരു ബഡ്ജറ്റായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അതുപോലെ എല്ലാവരും ചോദിക്കുന്നതാണ്, നമ്മുടെ വീടിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ വീടിനെ ഇത്ര റേഞ്ചിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ്റ് ചെയ്യാം, കളർ ചെയ്യാം എന്നുള്ളത്. ആ റേഞ്ചിനനുസരിച്ച് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എമൽഷനുകൾ, പ്രൈമറുകളും ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എമൽഷനുകളും എല്ലാം എന്താണ് നമ്മുടെ കളർ വേൾഡിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വന്ന് കണ്ട് പരിചയപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പോകാവുന്നതാണ്. അതുപോലെ നിരവധി കളേഴ്സ്, നിങ്ങൾക്ക് ഏതാണോ കളേഴ്സ്, ഒരുപാട് ഫാമിലീസ് വരാറുണ്ട് നമ്മുടെ ഷോപ്പിൽ. അവരുടെ കുട്ടികൾക്ക് ഏതാണോ കളേഴ്സ് ഇഷ്ടം, അതായത് ചിലപ്പോൾ മൂത്തയാൾക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല ഇളയാൾക്ക് ഇഷ്ടം ഉണ്ടാവുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോയ്സ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മിതമായ നിരക്കിൽ നിങ്ങളുടെ വീടുകളുടെ ചുമരുകൾക്ക് മനോഹരമാക്കാൻ വേണ്ടിയുള്ള എല്ലാ പെയിൻറ്റ്സും നമ്മുടെ കളർ വേൾഡിൻ്റെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. പിന്നെ ചോദിക്കുന്നത് പുട്ടീൻ്റെ കാര്യങ്ങളാണ്. പുട്ടി, ഏഷ്യൻ, ഇൻഡിഗോ, ബിർള തുടങ്ങിയ JSW. പിന്നെ നിങ്ങൾ ഏതാണ് ചോദിക്കുന്നത്, ഇവിടെ കൂടുതലും നമ്മൾ പോകുന്ന പ്രൊഡക്റ്റുകളാണല്ലോ നമ്മൾ ഷോപ്പിൽ കൂടുതലായും ബൾക്കായി സ്റ്റോക്ക് ചെയ്യാറുള്ളത്.
പിന്നെ നിങ്ങൾ ഏതാണോ പ്രൊഡക്റ്റുകൾ പറയുന്നത് ഒരു 5 to 7 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കമ്പനികളിൽ നിന്ന് ഇറക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. അതാണ് കോമൺലി പറയാനുള്ളത്. അതുപോലെ തന്നെ പെയിൻറ്റ് അടിക്കുന്ന രീതി, പ്രൈമർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ മുന്നിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയാണ്, പെയിൻ്റാണ് നമ്മൾ കോമൺലി അടിക്കേണ്ടത്. പ്രൈമർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്രൈമർ അടിച്ച ചുമരിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പെയിൻറ്റ് കൊണ്ടേ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പെയിൻറ്റുകളെയാണ് കോമൺലി എമൽഷൻ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രൈമർ അടിച്ച വീടുകളിൽ നമുക്ക് താമസിക്കാൻ പറ്റില്ല എന്നൊന്നും അല്ല കേട്ടോ. വർഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പെയിൻറ്റ് പോലെ തന്നെ നമ്മൾ വൃത്തിയിൽ സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമർ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോൾ കൂടുതൽ കാലം വീണ്ടും ലാസ്റ്റ് ചെയ്യും. അതുപോലെ മഴ, വെയിൽ, നമ്മുടെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് കോമൺലി പെയിൻറ്റ് കൊണ്ടുപോയി അടിക്കുന്നത്. പിന്നെ പെയിൻറ്റ് സാധാരണക്കാരുടെ ലെവൽ മുതലുള്ളത് മുതൽ ലക്ഷറി പെയിൻറ്റുകൾ വരെയുള്ള എല്ലാ എമൽഷനുകളും ഉള്ളിലും പുറത്തും അടിക്കുന്നത്. ഉള്ളിലാവുമ്പോൾ റോയൽ, ഏഷ്യൻ്റെ ആണെങ്കിൽ ഏഷ്യൻ്റെ വെച്ചാണ് നമുക്ക് കോമൺലി പറയാൻ പറ്റുള്ളൂ. മറ്റുള്ള കമ്പനികൾ ഇൻഡിഗോ, ബിർള തുടങ്ങിയ കമ്പനികളുടെ പ്രൊഡക്റ്റുകളുണ്ട്. എങ്കിലും എല്ലാവരും ഏഷ്യൻ്റെ കമ്പനീനെ റേഞ്ച് ചെയ്തായിരിക്കും ബാക്കിയുള്ള എല്ലാ കമ്പനികളും അവരുടെ പ്രൊഡക്റ്റുകൾ പറയുന്നത്. എയ്സ് റേഞ്ച്, അപ്പെക്സ് റേഞ്ച്, അങ്ങനെയാണ് ഓരോന്നിനെയും പറയുക. ഓരോരുത്തരും ഓരോ റേഞ്ചുകളാണ് ഇങ്ങനെ പറയുക മറ്റ് കമ്പനികളുടെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഏഷ്യൻ്റെയാണ് കോമൺലി നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുക. അപ്പോൾ റോയലാണ് ഏഷ്യനിൽ ഇൻറ്റീരിയർ എമൽഷനുകളിൽ ഏറ്റവും നന്നായി, ഏറ്റവും വാഷറബിൾ, ഏറ്റവും ഗ്ലൈസിങ്, ഏറ്റവും സൂപ്പർ, ഒരു 10,000 അടുത്ത് റേഞ്ച് വരുന്നതാണ് റോയൽ എമൽഷന്. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിൽ പരസ്യത്തിലൊക്കെ കണ്ട് എല്ലാവർക്കും അറിയാം, അൾട്ടിമ പ്രൊട്ടക്റ്റ് ആണ്. ഇപ്പോൾ 10 years ആണ് വാറൻറ്റിയോട് കൂടി കമ്പനി പറയുന്നത്. അൾട്ടിമ പ്രൊട്ടക്റ്റ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷറി എമൽഷൻ എന്ന് തന്നെ പറയാം, രാജകീയം എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ. ഇതിനൊക്കെ കോമൺലി നമ്മൾ അറിയേണ്ടത്, നമ്മൾ അൾട്ടിമ പ്രൊട്ടക്റ്റാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബേസ് കോട്ട് ആദ്യം അടിച്ചിരിക്കണം. അതിനുശേഷമാണ് അൾട്ടിമ പ്രൊട്ടക്റ്റ് ടോപ്പ് കോട്ട് അടിക്കേണ്ടത്. അപ്പോൾ ഈ ബേസ് കോട്ട് ഒരു 20 ലിറ്ററും ടോപ്പ് കോട്ട് ഒരു 20 ലിറ്ററും കൂടി എടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. സാധാരണക്കാർക്കൊന്നും കൊണ്ടുപോയിട്ട് അടിക്കാൻ സ്വതവേ പറ്റില്ല. ഉള്ള കാര്യം പറയുന്നതിനെന്താ, സാധാരണക്കാർക്കൊന്നും കൊണ്ടുപോയിട്ട് അടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ബേസ് കോട്ടിന് തന്നെ ഒരു 7,000 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനും കൂടെ ഒരു റേഞ്ച് 11,000 or 12,000 അടുത്താണ് റേഞ്ച് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും എന്താവുന്നുണ്ട്, ഭയങ്കര എമൗണ്ടിലേക്ക് വരും. പിന്നെ നിങ്ങൾ ടോപ്പ് കോട്ട് മാത്രം കൊണ്ടുപോയി അടിച്ചുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. അൾട്ടിമ പ്രൊട്ടക്റ്റ് ഒക്കെ ആണെങ്കിൽ ടോപ്പ് കോട്ട് മാത്രം കൊണ്ട് അടിച്ചുകൊണ്ട് കാര്യമില്ല. ബേസ് കോട്ട് അടിച്ചതിന് ശേഷം മാത്രമാണ് കമ്പനി വാറൻറ്റി പറയുന്നുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കനുസരിച്ച്, ഇല്ലെങ്കിൽ പെയിൻറ്റർമാർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പെയിൻറ്റ് കൊണ്ടുപോയി വീടിനുകൾക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പറയുന്ന യാതൊരുവിധ വാറൻറ്റിയും ലഭിക്കില്ല. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാം നമ്മുടെ ഷോപ്പുകളിലുണ്ട്. എല്ലാവരും പറ്റുന്നവരെല്ലാം വന്ന് പർച്ചേസ് ചെയ്യാനും എല്ലാം നിങ്ങൾ അവരോട് എന്ത് ചെയ്യുക, പറയുക.